ഹലോ. നമ്മളൊക്കെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിലാണ്. നല്ല ചൂടൻ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF LDF ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം ഭയങ്കര ഇതൊക്കെയാണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ഒരേപോലെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് SDP. ഇവരെന്ന് മാത്രമല്ല എല്ലാവരും എതിർക്കുന്ന ഒരു പാർട്ടിയാണ് SDP. അത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു വെച്ചാൽ അവർ പറയുന്നത് ഇവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് അവർ പറയുന്നത്. പക്ഷേ കോടതികൾ പോലും പറയുന്ന അങ്ങനത്തെ ഒരു തീവ്രവാദം ഇവരിലില്ല. അത് സുപ്രീം കോടതി ആയിക്കോട്ടെ, ഹൈക്കോടതികളാവട്ടെ. ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടാക്കണം, ഇവർ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, ഇവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് കോടതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഈ അടുത്ത് വരുന്ന എല്ലാ ഓരോ വാർത്തകളും എടുത്ത് നോക്കിയാൽ മതി. കോടതിയുടെ പരാമർശങ്ങൾ, തീവ്രവാദവും ഭീകരവാദം എവിടെ, ഇവർ ചെയ്തതായിട്ട് ഒരു തെളിവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ജാമ്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇവിടെ എന്താ പറയുക ഭീകരവാദ മുദ്ര, തീവ്രവാദ മുദ്ര ചാർത്തുന്നതെന്ന് വെച്ചാൽ, SDP വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാരുടെ ഉടായ്പകളും നടക്കില്ല എന്നുള്ളൊരു ഭയമാണ്. ഇപ്പോൾ തന്നെ നോക്കിയോ, കേരളത്തിൽ വിജയിച്ച് വന്നിട്ടുള്ള ഓരോ മെമ്പർമാർ, അതിപ്പോൾ പഞ്ചായത്തിലാവട്ടെ, മുനിസിപ്പാലിറ്റിയിലാവട്ടെ, കോർപ്പറേഷനിലാവട്ടെ, ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർ വിജയിച്ച് വന്നിട്ടുള്ളവർ അവരുടെ വർക്ക് അവർ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വാങ്ങേണ്ടത് ജനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. അത് അവിടുന്ന് ആരെയും എന്ത് ചെയ്യാനില്ല, മോട്ടിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ SDP എതിർക്കുന്നത്. അല്ലാതെ തീവ്രവാദ ഭീകരവാദം ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രൂപപ്പെട്ടതിന് ശേഷം, SDP രൂപപ്പെട്ടതിന് ശേഷം ഇപ്പോൾ എത്ര വർഷമായി? എന്തുകൊണ്ടാണ് ഭീകരവാദം തീവ്രവാദമൊക്കെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളറിയണ്ടേ? പോട്ടെ, ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഇവരെ തീവ്രവാദം തെളിയിക്കാൻ പറ്റാത്തത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കാണണ്ടേ? അപ്പോൾ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോക്കിയാൽ കോൺഗ്രസ് വന്നാലും CPM വന്നു കഴിഞ്ഞാൽ, UDF വന്നാലും LDF വന്നു കഴിഞ്ഞാൽ, ഇവിടെ RSS BJPക്കാർ അവർ തോന്നിയ പോലെ നടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഹാദിയ പോലുള്ള വിഷയങ്ങൾ, അതേപോലെ ഓരോ സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടി വന്ന വിഷയങ്ങൾ, ഇതിലൊക്കെ മുൻപന്തിയിൽ നിന്ന് എതിർക്കുകയും അതേപോലെ സുപ്രീം കോടതി വരെ പോയിട്ട് കേസുകൾ വിജയിപ്പിച്ചിട്ട് വന്നുള്ളത് SDP-ക്കാരാണ്. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി വന്നിട്ടുണ്ടോ? ഇല്ല. എന്ത് തന്നെ വരുമ്പോഴും, ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴും ആദ്യമായിട്ട് എടുത്ത് ചാടുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നത് ഫസ്റ്റ് SDP-ക്കാരാണ്. എവിടെ വേണമെങ്കിലും നോക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം SDP എന്ത് തീവ്രവാദമാണ് ചെയ്തത് എന്നുള്ളത് തെളിയിച്ചു തരാൻ നമ്മളോട് പറയുമ്പോൾ, നമ്മളിപ്പോൾ വന്നിട്ട് LDF ആയാലും UDF ആയാലും പറയുമല്ലോ, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അവർ വന്ന് നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുക, വോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു ശ്രമം ഇവർ നടത്താൻ. അങ്ങനെയാണ്. അന്നേരം അവരോട് ചോദിക്കുക, എന്താണ് അവർ ചെയ്ത തീവ്രവാദം, എന്താണ് ഭീകരവാദം, കാണിക്കാൻ പറയും. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതും നമ്മുടെ ചെവി കൊണ്ട് കേട്ടത്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണുള്ള സത്യങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ണു മുന്നിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവം, ഇപ്പോൾ ഈ അടുത്ത് നടന്ന പ്രകൃതി ദുരന്തങ്ങൾ പലതുമുണ്ട്. ഇതിലൊക്കെ മുൻപന്തി ഉണ്ടായിരുന്നത് ആരാണ്? അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസക്ക് ചോദിച്ചു, അത് പിരിവ് നടത്തിയോ? ഇപ്പോൾ തന്നെ പല പാർട്ടികൾ പിരിവ് നടത്തി മുക്കി എന്നുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ SDP-യെക്കുറിച്ച് അങ്ങനെ ഒരു അപവാദം വന്നിട്ടുണ്ടോ? മറ്റിപ്പോൾ സാമ്പത്തിക പാർട്ടികളൊക്കെ ഫണ്ട് പിരിച്ചെന്നും മുക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറയാൻ വെച്ചാൽ, എന്തായാലും ഈ ഇലക്ഷൻ, ഇപ്പോൾ ഇത് ഉപതെരഞ്ഞെടുപ്പ്, എന്തായാലും ഒരു 6 മാസം അത്രയേ ഉണ്ടാവുള്ളൂ കാലാവധി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് എന്താ പറയുക, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട് ഏതൊരാളും 6 മാസം ഇവരെന്ത് ചെയ്യുള്ളൂ, ആ ഒരു സ്ഥാനത്ത് ഉണ്ടാവുള്ളൂ. അടുത്ത് വീണ്ടും ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്തായാലും ഒരാളെ നമ്മൾ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ 5 വർഷമാണല്ലോ നോർമലി ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ കാലാവധി 6 മാസം മാത്രം ആയതുകൊണ്ട് തന്നെ നിലമ്പൂരുകാർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു പാർട്ടി SDP-ൻ്റെ കക്ഷിയെ വിജയിപ്പിക്കുക. 6 മാസമല്ലേ ഉള്ളൂ. ഇനി അഥവാ അയാളെ കൊള്ളില്ല എന്നെങ്കിൽ, ആ പാർട്ടി പോലെ ആളെ കൊള്ളില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത ഒരു 6 മാസം കൂടെ അടുത്ത ഇലക്ഷൻ വന്നല്ലോ, നിങ്ങൾക്ക് വേറെ ആളെ തിരഞ്ഞെടുക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തായാലും തീവ്രവാദം ഭീകരവാദം ഇവർക്ക് തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആരെന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെന്ത് ചെയ്യുക, നമ്മൾ മനസ്സിനോട് ചോദിച്ചു നോക്കുക, ഇവർ ചെയ്ത തീവ്രവാദം എന്താണെന്നുള്ളത്. നമുക്കെന്തായാലും കാണാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒന്നില്ല. ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത് 6 മാസത്തേക്ക് മാത്രമല്ലേ എന്നുള്ളൊരു ചിന്തയിലെങ്കിലും എന്ത് ചെയ്യുക, STPനെ വിജയിപ്പിക്കുക. STP ഇതുവരെ വിജയിച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങൾ, അപ്പോൾ ഏത് പഞ്ചായത്തിലായാലും കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഇവിടങ്ങളിലൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒന്ന് പഠിച്ചു നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതിന് മുന്നത്തെ ഇലക്ഷനിൽ ലോക്കൽ ബോഡിയിലൊക്കെ ഒരു സീറ്റ് കിട്ടിയെടുത്ത് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും 4-5 സീറ്റുകളാണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു വാർഡിലെ പ്രവർത്തനം കണ്ടിട്ടാണല്ലോ അടുത്ത വാർഡിൽ നിന്ന് ഇവർക്ക് വോട്ട് കിട്ടുന്നതും. അല്ലാതെ വെറുതെ അങ്ങനെ കുത്തുന്നതല്ല. അങ്ങനെ ഒരു ഭീകരവാദികളാണ് ജനങ്ങളിങ്ങനെ വോട്ട് ചെയ്യുമോ? എന്താണ് ഇവർ ചെയ്ത തീവ്രവാദി ഭീകരവാദം? അതൊന്ന് പറയൂ. RSSനെ എതിർക്കുക എന്നുള്ളതാണോ ഒരു തീവ്രവാദം? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താ പറയുക, നമ്മളെ കണ്ണു മുന്നിൽ കാണാത്തൊരു കാര്യം ആരോ പറഞ്ഞത് കേട്ടിട്ടല്ല ചെയ്യേണ്ടത്. അതിലൊരു സത്യം അസത്യമൊക്കെ ഉണ്ട്. കോടതികളൊക്കെ പറയുന്ന സത്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൂടെ നമ്മളെന്തൊക്കെ ഇവരെ മനസ്സിലാക്കുക. മറിച്ച് ഒരു 6 മാസത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിലെങ്കിലും ഒരു വോട്ട് ചെയ്ത് ഇപ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, STPക്കാരെ വിജയിപ്പിക്കുക. അവിടെ അതായത് നിങ്ങൾക്കൊരു പരീക്ഷണം കൂടെ ആവാമല്ലോ. ഒരു പരീക്ഷണം നടത്തുന്നു. മറ്റേത് അവർ 5 വർഷം അവർ വരുന്നു, 5 വർഷം ഇവർ വരുന്നു, വീണ്ടും അവർ വരുന്നു, ഇവർ വരുന്നു. അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ. ആര് വന്നിട്ട് അവിടെ ഒരു മാറ്റങ്ങളും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആര് വന്നാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടീമായിരിക്കണം എന്നുള്ളത്. ആ ഒരൊറ്റ ചിന്തയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉപകാരപ്പെടും, നമ്മുടെ കണ്ണു മുന്നിലുണ്ടാകും, ഏത് സമയത്തും വിളിച്ചാൽ നമുക്ക് ഒപ്പം വരുന്ന ഒരു പാർട്ടിക്കാരെ നമ്മൾ വിജയിപ്പിക്കാം. ഓക്കെ.